നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി, അത് മനുഷ്യബുദ്ധിയെ വെല്ലുവിളിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ആത്മവിശ്വാസം മനുഷ്യരാശിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയ വലിയ IT സ്ഥാപനങ്ങൾ മുതൽ ഒപ്പം തന്നെ പല മാധ്യമ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോഡിംഗ് രംഗത്തെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിൽ ഈ AI-യുടെ കടന്നുകയറ്റം മൂലം നിരവധി വലിയ രീതിയിലുള്ള കൂട്ട പിരിച്ചു വിടലുകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ തന്നെ ഈ അടുത്ത നാളുകളിൽ അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മനുഷ്യത്വവും സാമൂഹ്യ നീതിയും ഒക്കെ അട്ടിമറിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏതെല്ലാം മേഖലകളാണ് ഈ AI-യുടെ കടന്നുകയറ്റം മൂലം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ദാതാക്കൾ, ഒപ്പം തന്നെ തൊഴിൽ ചെയ്യുന്നവർ, ജോലിക്കാർ, അവരൊക്കെ പുലർത്തേണ്ട ജാഗ്രതകൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഷെക്കേന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ സാബു തോമസ്. ഒപ്പം തന്നെ അദ്ദേഹം കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്, കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷക അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സാബു തോമസ്, നമുക്കറിയാവുന്നതുപോലെ ഈ AI അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികൾ ഇത്തരത്തിൽ ഉയർന്നിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ, ഈ ഫാക്ടറി ഓട്ടോമേഷന്റെ ഒക്കെ കാലഘട്ടം, പിന്നീട് കമ്പ്യൂട്ടർ വൽക്കരണം, സമാനമായിട്ട് ഇപ്പോൾ AI-യുടെ ഒരു കടന്നുകയറ്റം. ഇപ്പോൾ അങ്ങ് ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ മേഖലയിൽ വരെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ AI ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഏതെല്ലാം മേഖലകൾക്കാണ് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്? ശ്രീ സാബു തോമസ്. നമസ്കാരം. അന്ന് സൂചിപ്പിച്ചതുപോലെ ഇത് എല്ലാ മേഖലകളിലും പഴയ കാലം തുടങ്ങി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വന്ന കാലം തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന AI കാലത്ത് എല്ലാം അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യ കോർപ്പറേഷൻ 1920-കളിലൊക്കെ ഇവിടെ മില്ലുകളൊക്കെ നിർത്തുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കാരണം പറഞ്ഞാൽ സാങ്കേതിക വിദ്യയിലുണ്ടായ വ്യത്യാസമാണ്. അപ്പൊ സാങ്കേതിക വിദ്യ അവർക്ക് പൂർണ്ണമായിട്ടും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് മൂലം ആ മില്ലുകൾ പൂർണ്ണമായിട്ടും അവർക്ക് അവിടെ നിയമിച്ചിരുന്ന ആളുകളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കാരണം പുതിയ പുതിയ ടെക്നോളജികൾ വന്നപ്പോഴും അവര് അവിടെ ചെയ്ത ബ്രിക്ക് ആൻഡ് മോട്ടർ രീതിയിൽ കാര്യമായ രീതിയിൽ അവർക്ക് പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകുകയും അതൊരു പ്രധാന കാരണമായിരുന്നു. കാരണം നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ കാൺപൂർ അല്ലെങ്കിൽ ഡൽഹി പ്രദേശങ്ങളിലൊക്കെ ലാലിംഗ്ലി എന്ന് പറയുന്ന നിരവധിയായ മില്ലുകളുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ കോർപ്പറേഷൻ. അവിടെയൊക്കെ അവർക്ക് പല രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ പുതിയ സാങ്കേതിക വന്നപ്പോൾ പഴയ സാങ്കേതിക വിദ്യ മാറി ഇതിലേക്ക് വരുവാനും അത്രയും എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ താങ്ങാൻ സാധിക്കാവുന്നതിൽ അധികമായതുകൊണ്ട് അവിടെ ഒരു ലേ ഓഫ് അവിടെ നടന്നു. അതിനുശേഷം നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷവും നമുക്ക് കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1985 കാലഘട്ടങ്ങളിലൊക്കെയാണ് കേരളത്തിൽ കമ്പ്യൂട്ടർ വ്യാപകമായി വരാൻ തുടങ്ങി. കമ്പ്യൂട്ടർ വന്നപ്പോൾ പല ആളുകളും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഇതിനെതിരെ വ്യാപകമായി സമരം ചെയ്തു. നമുക്കറിയാം, ഒത്തിരിയേറെ ഗവൺമെന്റിലെ പല മേഖലകളിലേക്കും ഒക്കെ കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയറുകളൊക്കെ വ്യാപിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ ജനങ്ങളെല്ലാം അതിനെ എതിർത്തു. കാരണം തൊഴിൽ നഷ്ടപ്പെടും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന്. പക്ഷേ 1985 നമുക്കറിയാം, കേരളത്തിൽ ഒരു എംപ്ലോയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏകദേശം ഒരു കോടി അടുത്ത് അല്ലെങ്കിൽ 90 ലക്ഷം ആളുകളാണ് അതിനകത്ത് നമ്മുടെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നത്. അതിനകത്ത് ഒരു അഗ്രികൾച്ചർ എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷവും, മറ്റ് സർവീസ് മേഖലകളിലും ഒക്കെ ആയിട്ട് ഒരു 50 ലക്ഷം, അങ്ങനെ ഒരു 90 ലക്ഷം, 1 കോടി ആളുകളാണ് 85 കാലഘട്ടത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ എംപ്ലോയ്മെന്റ് ഏകദേശം 1.5 കോടിയിലടുത്ത്. കാരണം നമ്മുടെ പോപ്പുലേഷൻ 3.5 കോടിയുണ്ട്. എന്നാലും ഒരു 1.5 കോടിയോളം ജനങ്ങൾ ഇന്ന് എംപ്ലോയ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകമായി പറഞ്ഞാൽ ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ ഡയറക്റ്റ് ആയിട്ടും ഒരു 5 ലക്ഷത്തിലധികം ആളുകൾ ഇൻഡയറക്റ്റ് ആയിട്ടും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1985 കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ജോലികൾ കേരളത്തിലില്ല. അപ്പൊ കമ്പ്യൂട്ടർ വന്നതുകൊണ്ടും ഇന്ന് A to Z കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു കടയിൽ പോയാൽ സാധനം വാങ്ങിക്കാൻ സാധിക്കില്ല, ഗൂഗിൾ പേ ഇല്ലാതെ നമുക്ക് പേയ്മെന്റ് അയക്കാൻ സാധിക്കില്ല, വണ്ടിയിൽ കയറി ടിക്കറ്റ് തരാൻ സാധിക്കില്ല. അപ്പൊ എല്ലാ മേഖലകളും നമ്മൾ ഗൂഗിൾ മാപ്പ് കൊണ്ട് ജീവിക്കുന്നു. എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടറും അതിന്റെ പുതിയ നൂതന ടെക്നോളജികളും ഇന്ന് ആവശ്യമായി വന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, ഒരുപക്ഷെ മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ പോലും നമുക്കറിയാം,
ഫോട്ടോ കോപ്പി മെഷീനുകൾ, അല്ലെങ്കിൽ ക്ലോക്ക്, വാച്ച്, ഏകദേശം 25-30ഓളം ഇൻസ്ട്രുമെന്റുകൾ ഇന്നൊരു മൊബൈൽ ഫോണിൽ ആക്കിയിട്ടാണ് വരുന്നത്. അതിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ അതിലേക്ക് ആവിർഭവിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് വന്നപ്പോൾ നമുക്ക് ഫോട്ടോ കോപ്പി മെഷീനുകളുടെ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി STD ബൂത്തുകൾ, ISD ബൂത്തുകൾ, നിരവധിയായ മേഖലകളിലുള്ള തൊഴിൽ നഷ്ടങ്ങളുണ്ടായി. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം ഒരു 50,000-ഓളം അടുത്ത് മൊബൈൽ ഷോപ്പുകളും 2-2.5 ലക്ഷം ആളുകൾ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പം ഓരോ മേഖലയിലും ഉണ്ടാകുന്ന വ്യത്യാസം മാനവ രാശിയുടെ എല്ലാ കാലത്തുമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ സാബു തോമസ്, നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ AI കാലഘട്ടം, AI അവലംബിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒരു ലാഭത്തിന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അത് അതിന്റെ ഒരു ഭാഗമായിരിക്കാം. പക്ഷേ ഒരു പിരിച്ചുവിടലുകൾ, അതായത് ഈ മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായിട്ടും എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും വലിയ രീതിയിൽ ഇങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ആ ഒരു നടപടി, അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന ഒരു ആംഗിളിലൂടെയൊക്കെ നോക്കുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രായോഗികമാണ്? ദീർഘകാല അടിസ്ഥാനത്തിൽ മനുഷ്യ വിഭവശേഷിയെ പരിപൂർണമായിട്ടും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് AI കാലഘട്ടം നമുക്കറിയാം വളരെയധികം പിരിച്ചുവിടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ ഒരു ഒഴിവാക്കലല്ല. നമുക്കറിയാം ഇപ്പോൾ ഏതൊരു സ്ഥാപനവും ലാഭമില്ല എങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പം ഇന്നത്തെ സ്റ്റേജിൽ അവർ ഓപ്പറേറ്റ് ചെയ്തു വന്ന ഒരു മെത്തഡോളജിയിലേക്കാണ് പെട്ടെന്ന് AI കടന്നു വരുന്നത്. അപ്പൊ AI കടന്നു വരുമ്പോൾ നിരവധിയായ തുടക്ക മേഖലകൾ, നമ്മുടെ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ കോഡിങ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വർക്ക് ഫോഴ്സ് ഒരു പക്ഷേ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ അതിനകത്തേക്ക് ഒരു തത്തുല്യമായ നോളജ് അവർ ആവിർഭവിച്ചിട്ടുണ്ടായി. അപ്പൊ അവിടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്ഥാപനത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് മാർക്കറ്റിൽ മുടക്കിയിരിക്കുന്ന ക്യാപിറ്റലും അതിനനുസരിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കിയെങ്കിലേ ഇത് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാനും മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പം ഒരു മേഖല എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് അവർക്ക് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ആണ്. നമുക്കറിയാം ബാങ്കുകൾ തന്നെ, പഴയ ബാങ്കുകളൊക്കെ 10, 20, 25, 30 ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇന്ന് ഒരു പക്ഷേ അവിടുത്തെ നമ്പർ ഓഫ് എംപ്ലോയീസ് വളരെ കുറവാണ്. കാരണം ഇന്ന് ബാങ്കിലേക്ക് ചെല്ലുന്ന കസ്റ്റമേഴ്സ് കുറഞ്ഞു. അപ്പം ആളുകളെല്ലാം ഇന്ന് വീടുകളിലേക്കുള്ള ഇപ്പൊ നമുക്കറിയാം എല്ലാ സേവനങ്ങളും എല്ലാ സർവീസുകളും ഇന്ന് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കടയിൽ പോകണം, നമ്മുടെ പൈസ ഉണ്ടെങ്കിലും നമ്മുടെ നെറ്റ്വർക്ക് കറക്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് കരണ്ട്, വെള്ളം, നമ്മുടെ ഗതാഗതം ഒക്കെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തത്തുല്യമായ ടെക്നോളജി ലോകത്തെല്ലായിടത്തും വരികയും അതിന്റെ ഭാഗമായിട്ട് കമ്പനികളും അത് അഡോപ്റ്റ് ചെയ്യാൻ നിർബന്ധരാവുകയും ചെയ്യാണ്. ഒരുപക്ഷെ അവർക്ക് അതൊരു കാരണമായിരിക്കാം. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും ഈ പിരിച്ചുവിടലുകൾ ആവശ്യമായിട്ട് വരുന്നത്. പിരിച്ചുവിടലുകൾ തന്നെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് കാണാം. ഒന്ന്, അവരെ എങ്ങനെ അതിനകത്ത് ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. രണ്ടാമത്, പുതിയ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ രണ്ടും കൂടെ സമാസമം വരുമ്പോൾ ഒരുപക്ഷെ ഈ പിരിച്ചുവിടലുകൾ ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു കാരണം പലതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും കമ്പനികളെ സംബന്ധിച്ച് എപ്പോഴും അവർ നോക്കുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ ലാഭമില്ലെങ്കിൽ അവർക്ക് ലോണുകൾ ലഭിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പം അവരുടേതായ മാനേജ്മെന്റ് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു കോമ്പറ്റീറ്റേഴ്സ് അവര് ലോ കോസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിക്ക് ഇത്രയും ഒരു മാൻ പവറിനെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ എന്താ പറയുന്നത്, പല മോഡൽ മീറ്റിങ്ങുകളുണ്ടായി. ഇന്ന് മീറ്റിങ്ങുകളെല്ലാം ഓൺലൈനായി. ഒരുപക്ഷെ ഈ ചർച്ച തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് ചെയ്യുന്ന ഒരു ചർച്ച ഇന്ന് നമുക്ക് ഈ ഒരു സാങ്കേതികവിദ്യ, അപ്പൊ സാങ്കേതികവിദ്യയുടെ വളർച്ച എല്ലാ കാലത്തും അനിവാര്യമാണ്. അതിനുണ്ടാകുന്ന ഒരു മാറ്റം ഒരുപക്ഷെ കുറച്ചെങ്കിലും സ്റ്റാഫുകളെയോ അല്ലെങ്കിൽ അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ അഫക്ട് ചെയ്യുന്നുള്ളത് ശരിയായൊരു വസ്തുത തന്നെയാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീമതി അഞ്ജലി സാരസ്, നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതിന്റെ മാറ്റങ്ങൾ, അതിന് തത്തുല്യമായിട്ട് പലപ്പോഴും ഈ പിരിച്ച് വിടലുകൾ, അതിന് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർബന്ധിതരാകുന്നു. പക്ഷേ അതിന്റെ മറു സൈഡ് നമ്മൾ നോക്കുമ്പോൾ, മറുഭാഗം നമ്മൾ നോക്കുമ്പോൾ
അത് സൃഷ്ടിക്കുന്ന ഒരു മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ അത് വളരെ വലുതല്ലേ? ഇപ്പോൾ നാളെ മുതൽ എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിത വരുമാന മാർഗം നഷ്ടപ്പെടുന്നു എന്ന ഒരു ചിന്ത, എങ്ങനെ ജോലി ഇങ്ങനെ കണ്ടെത്തും എന്ന ഒരു ചിന്ത, അത് സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദം, സാമൂഹിക സമ്മർദ്ദം, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം, അത് വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ അഡ്വക്കേറ്റ് അഞ്ജലി സർ? പുതിയ സാങ്കേതിക വിദ്യകള്, എഐയുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്, സമൂഹത്തിന്റെ നന്മയ്ക്കും ആവശ്യമാണ്. പക്ഷെ അതേസമയം തന്നെ സമൂഹത്തിന്റെ നശീകരണത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ധാർമ്മികത പുലർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വരികില്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും, ഇന്ത്യയിൽ നിന്ന് ശരിക്കും ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്കാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സാധാരണക്കാരായ തൊഴിലാളികൾ പലപ്പോഴും പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലാണ്. ഈ എഐയുടെ കടന്നുകയറ്റത്തിന് ശേഷം തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത ഇടയിൽ നമ്മൾ കൊച്ചിയിലുണ്ടായ കോർഗോ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടല്. 800-ലധികം തൊഴിലാളികളെയാണ് ഒറ്റ ദിവസം തന്നെ രാവിലെ യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലാതെ തന്നെ അവരെ പിരിച്ചുവിട്ടത്. അപ്പൊ അവരെ പിരിച്ചുവിട്ടപ്പോൾ ഇപ്പൊ നേരത്തെ സർ പറഞ്ഞതുപോലെ പകരം എന്തെങ്കിലും നാളെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നാളെ അവർക്ക് പകരം വേറെ ആർക്കെങ്കിലും തൊഴിൽ ലഭിക്കുമെന്ന് പറ. അതൊരു പരിഹാരമല്ല. മറിച്ച് ഈ നമ്മുടെ ലോകത്തിൽ തന്നെ, പ്രത്യേകിച്ചും ഇന്ത്യയില് ദരിദ്രരായ പാവപ്പെട്ട തൊഴിലാളികൾ ഒന്നുകൂടി ദരിദ്രരാകുന്ന അവസ്ഥയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം എഐ എന്ന് പറയുന്ന ആ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അവർക്ക് നല്ലതായിരിക്കും. ഇപ്പൊ ഫേക്ക് ന്യൂസുകൾ സൃഷ്ടിക്കാനും വിവരങ്ങളെ തെറ്റായ വിധത്തിൽ വളച്ചൊടിച്ച് അത് ശരിയാണെന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ അത് അടിച്ചേൽപ്പിക്കാനും എഐക്ക് കഴിയും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ മഹത്വത്തെ അല്പമെങ്കിലും അതിനെ മാനിക്കുന്നു എന്ന് വരികിൽ, അതിന് വില കൽപ്പിക്കുന്നു എന്ന് വരികിൽ, അതനുസരിച്ചുള്ള ധാർമ്മികത കൂടി കണക്കിലെടുത്തിട്ട് വേണം എഐയുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നതിന്. അവിടെ മനുഷ്യത്വം ഒരുപോലെ തന്നെ കണക്കിലെടുക്കണം. മനുഷ്യന്റെ മഹത്വം എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. ലിയോ 14 പാപ്പ 2026 മെയ് 15 ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റത്തിൽ വരവോടുകൂടി നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തിന്റെ അന്തസ്സ് തന്നെ കുറയ്ക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു വ്യത്യാസം വരണം. ഇപ്പൊ തൊഴിലിനെ സംബന്ധിച്ചാണെന്ന് വരികിൽ, തൊഴിൽ ചെയ്യുന്നിടത്ത് പല മേഖലകളിലും നമ്മുടെ തൊഴിലാളികൾ പിരിച്ചുവിടപ്പെടുന്നു. ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടികൾ വരുന്നു. അപ്പൊ ഗതാഗതത്തിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടികൾ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ഡ്രൈവർ വേണ്ട. അപ്പൊ ആ മേഖലയിലേക്ക് പോലും സാധാരണ തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയാണ് മോട്ടോർ വാഹന മേഖല എന്ന് പറയുന്നത്. അവിടെ പോലും സാധാരണ തൊഴിലാളികൾ ആവശ്യമില്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടികൾ ഓടിക്കാവുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ഡ്രൈവർമാർ വരെ, അത്തരത്തിലുള്ളവർ വരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ അവരുടെ ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെയുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ തന്നെ ധാരാളം അഭിഭാഷകര് അവരുടെ കമ്പനികൾ നടത്തുന്നുണ്ട്. ഒരുമിച്ച് 10, 15, 20 പേര് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ കൂട്ടപ്പിരിച്ചുവിടലുകൾ അവിടെ നടക്കുക. കാരണം എഐ ഉപയോഗിച്ച് ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് വരികിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, വേറെ പലരുടെയും സഹായമൊന്നും ആവശ്യമില്ല, അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ അവിടെ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ. അപ്പൊ പല സ്ഥാപനങ്ങളിലും അവിടെ എഐ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്നത് കൊണ്ട്, ഡ്രാഫ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നത് കൊണ്ട് ആ മേഖലയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മുടെ തൊഴിലാളികൾക്ക് അനുഭവിക്കേണ്ടി വരും. മറ്റൊന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഹെൽത്ത് രംഗത്ത് അവിടെയൊക്കെ കുറച്ചൊക്കെ അതുകൊണ്ട് പ്രയോജനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
പക്ഷെ വിദ്യാർത്ഥികളുടെ ഇടയിലാണെന്ന് വരികിലും അവരുടെ ആ ക്രിയാത്മകമായ അവരുടെ സർഗശേഷികളെ തളർത്തുന്ന വിധത്തിലാണ് AI ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം സ്വന്തമായിട്ടൊരു കാര്യത്തെ വിവേചിച്ചെടുക്കാനോ തിരിച്ചറിയാനോ അവന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്താനോ ഒരു വിദ്യാർത്ഥിക്ക് കഴിയാതെ വരും. തൊഴിലിടങ്ങളിലും ഇത് തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെ AI തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നു. അത് ആരെടുപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു വലിയ സമ്പന്ന വിഭാഗം മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. തൊഴിലാളികൾക്ക് അവിടെ സ്വാധീനമൊന്നുമില്ല, സാധാരണക്കാരന് സ്വാധീനമൊന്നുമില്ല. അപ്പൊ ഇനിയുള്ള നാളുകളെന്ന് പറഞ്ഞാൽ കൂട്ടു പിരിച്ചുവിടലുകളുടെ നാളുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല, ഏത് തൊഴിൽ മേഖലയിലായിരുന്നാലും. പിന്നെ അവിടെ അതിന് പക്വത ലഭിച്ചിട്ടുള്ളവർ, ഇപ്പൊ എഞ്ചിനീയറിംഗ് വിഭാഗത്തില് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളില് കൂടുതൽ പ്രാവീണ്യം ലഭിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ കയറി പറ്റാം. അല്ലാത്തവരൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ തൊഴിൽ മേഖല നീങ്ങുന്നത്. ഓക്കെ, ശ്രീ സാബു തോമസ് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ സാബു തോമസ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരു എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കൊച്ചിയിലെ ഒരു കമ്പനി 800 പേരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ കുടുംബങ്ങളുടെ ഒരു സാമ്പത്തിക തകർച്ച ഈ വിപണിയിൽ ഇവരുടെ ഒരു പർച്ചേസിംഗ് പവർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു എക്കണോമിക്സ് കൺസെപ്റ്റ്, അത് വളരെയധികം കുറയ്ക്കുവാൻ ഇടവരുത്താൻ അത് ഇടയാകില്ലേ? അത് മാത്രമല്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പല രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വിപണിയിൽ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? കുറെ കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ച, അത് തൽഫലമായിട്ട് വിപണിയിൽ അവരുടെ പർച്ചേസിംഗ് പവർ ഇങ്ങനെ കുറയുന്നു, തൽഫലമായിട്ട് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ? നമുക്ക് അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഒഴിച്ചു നിർത്താൻ സാധിക്കുകയില്ല, അത് അത്യന്താപേക്ഷിതം തന്നെയാണ് വരുന്ന കാലഘട്ടത്തിൽ. പക്ഷേ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. പക്ഷെ ഈ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടതല്ലേ ശ്രീ സാബു തോമസ്? അല്ല, എന്തെങ്കിലും ഒരു പൂർണ്ണമായും തെറ്റായ തീരുമാനമാണ് ഒരു ദിവസം പെട്ടെന്ന് 800 പേരെ 1200 പേരെ 2 കമ്പനികൾ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു നിരക്കാത്താണ്. കാരണം നമുക്കറിയാം Y2K എന്ന് പറഞ്ഞൊരു കാര്യം വന്നപ്പോഴും 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും എല്ലാ തലത്തിലും നമുക്ക് ആ ഒരു ഡിജിറ്റിന്റെ വ്യത്യാസം ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ രാജ്യങ്ങളും അതിനെ കറക്റ്റായിട്ട് ഓവർകം ചെയ്യും. എന്ന് പറഞ്ഞ പോലെ AI പെട്ടെന്ന് വന്നതല്ല, AI വരുന്നുണ്ട്, AIക്കകത്ത് നിരവധി സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്, പല മേഖലകളിലും ഇത് വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും പഴയ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ല, ഇന്ന് നഴ്സുമാരും ഡോക്ടർമാരും വെറുതെ ചികിത്സിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. നമ്മളിപ്പോൾ ആശുപത്രിയിലേക്ക് കയറി കഴിഞ്ഞാൽ, ICUലേക്ക് കയറി കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജുകളിലോ പ്രൈവറ്റ് ആശുപത്രി എക്യുപ്മെന്റ്സ്, അപ്പൊ എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഇന്ന് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. പഴയ കാലത്തെ നഴ്സുമാര് പ്രഷറോ ഷുഗറോ ചെക്ക് ചെയ്യുന്ന മാത്രം എല്ലാ കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ആണ്. അപ്പം ഇന്ന് ടെക്നോളജിയാണ് ആശുപത്രികളെ നിയന്ത്രിക്കുന്നത്, ടെക്നോളജിയാണ് ബാങ്കുകൾ, ടെക്നോളജിയാണ് സ്കൂളുകൾ, കോളേജുകൾ. അതുപോലെ നമുക്ക് ഇന്ന് ഒരുപക്ഷെ എല്ലാവരും ഇതിലേക്ക് തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് പല ഫീൽഡുകൾ, ഇപ്പം ചാർട്ടർ അക്കൗണ്ട് ഫീൽഡ്, ഡോക്ടർമാരുടെ ഫീൽഡിലോ അവരുടെ മെമ്പർമാരെ അതിന് എക്യുപ്പാക്കുക. അപ്പം എല്ലാവരും എക്യുപ്പാകണം. അപ്പൊ എനിക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഊബർ ടാക്സി വിളിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഓല വിളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പൊ ടെക്നോളജി എന്താണോ, നമ്മൾ ഇനിയും ഇതുപോലെ പുതിയ പുതിയ ബിസിനസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ആൾക്കാർ പുതിയ പുതിയ ിലേക്ക് പോകുന്നു. അപ്പൊ നമ്മള് ചെറിയ ശ്രീ സാബു തോമസ്, അല്പം ഒരു ഇന്റർനെറ്റ് തടസ്സം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സാബു തോമസ് കേൾക്കാമോ? പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പം എക്കണോമിയിൽ ഇതിക്ക് കേൾക്കാം. ഓക്കെ, നെറ്റിന്റെ ഒരു തടസ്സമാണ്. ഇക്കണോമിക് സൈഡിലേക്ക് വരുന്ന കഴിഞ്ഞാല് പെട്ടെന്നൊരു അപ്പൊ കമ്പനികൾ കൂടുതലായിട്ടും ഇതിലേക്കൊരു
കൂട്ടപ്പിരിച്ചിലിന് പകരം നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി എന്താണ് നമ്മുടെ ഈ എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അവരെ നമുക്ക് എങ്ങനെ പുനർവിന്യസിക്കാം, അവരെ വരാൻ പോകുന്ന മാറ്റത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് എക്വിപ്പ് ആക്കാം എന്നുള്ളത് കമ്പനിയുടെ മാനേജ്മെന്റിന്റെയും ബോർഡിന്റെയും ഒരു പരമപ്രധാനമായ കർത്തവ്യമാണ്. കാരണം നാളെ ആരെ കൊണ്ടുവന്നാലും ഇതിനകത്തൊരു കോസ്റ്റ് വരും. കമ്പനി ഒരു ഓപ്പറേഷണൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വരാൻ പോകുന്നു, നമുക്ക് ഇതിനെ ഡിപ്ലോയ് ചെയ്ത് എങ്ങനെ അതിനെ മാക്സിമം ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു എയുടെ മാത്രം തലയിൽ കെട്ടി വെച്ചിട്ട് പോകാൻ പറ്റുന്ന കാര്യം. ഒരുപക്ഷെ നിരവധിയായ പല കാരണങ്ങൾ കാണാം. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ പോകുന്ന പോലെ എവിടെയെങ്കിലും ഒരു കത്തിയിൽ നടത്തി നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എ വന്നു എല്ലാം എയുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കാരണം എയും അതുപോലെ നിരവധിയായ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഭവവികാസങ്ങളുടെ ലോകത്തേക്കാണ് നമ്മൾ കാലെടുത്ത് നോക്കുന്നത്. നമ്മളിന്ന് കുട്ടികളോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എത്ര പറഞ്ഞാലും അവർ എയ്ക്കകത്തും ഗൂഗിളിനകത്തും ChatGPT-ക്കകത്തും അല്ലെങ്കിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങളുണ്ടോ അതിനകത്തേക്ക് വരികയാണ്. ഇപ്പൊ പഴയ കാലത്തൊക്കെ നമുക്ക് ഒരാൾക്കൊക്കെ 200-300 ഒക്കെ ഫോൺ നമ്പറുകൾ കാണാതെ അറിയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് അത്രയും ഓർമ്മ ഉപയോഗിക്കേണ്ടാത്ത രീതിയിലേക്കുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓർമ്മ കുറയും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന നിരവധിയായ എക്വിപ്മെന്റ്സുകൾ മാർക്കറ്റിൽ ചീപ്പ് റേറ്റിലും ഹയർ റേറ്റിലും ഒക്കെ അവൈലബിൾ ആയ ഒരു കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഒന്നിനോടും പുറം തിരിഞ്ഞു നിന്നിട്ട് നമുക്ക് പുതിയൊരു എക്കണോമി സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പം കമ്പനികൾ അതിനകത്ത് ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഗവൺമെന്റ് അതിനകത്ത് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമാണ്. കാരണം ഗവൺമെന്റ് ഇപ്പം നമ്മൾ 2050 വിഷൻ എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ എംപ്ലോയീസ് എന്തൊക്കെ, അപ്പം നമുക്ക് ലേബർ കോഡുകൾ ശക്തമാകും അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് എവിടെയോ നമ്മൾ പേപ്പർ വായിച്ചു, നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളിലും കേരളം മുൻകേറിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ അതിനകത്തേക്ക് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പം ഈ ഒരു അഡ്വാൻസ്മെന്റ് ചിന്ത ഈ ഒരു ഏഴ് കാലത്തും ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷനും ഇതിനകത്ത് പ്രധാനമാണ്. കാരണം എന്ത് സംഭവിച്ചാലും അവസാനം അൾട്ടിമേറ്റ്ലി ആൾക്കാർ കുറ്റം പറയുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ ഒരു കഴിവേടാണ്. ഗവൺമെന്റ് ഇതിനകത്ത് പ്രൊവാക്റ്റീവായിട്ട് ചിന്തിച്ചില്ല. അപ്പൊ നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് ഏത് നാട്ടിലും ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം ആരും നിയമത്തിന് അധീനരല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട് ഈ സാഹചര്യത്തിൽ. തീർച്ചയായും വ്യക്തമാണ്. അഡ്വക്കേറ്റ് അഞ്ജലി സാറസ്, നമുക്കറിയാം ഈ ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ പണ്ട് ഈ ട്രാക്ടർ വന്നു, അതിന് നമ്മൾ ഇപ്പോൾ അതിനെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു കൃഷി മേഖല അല്ലെങ്കിൽ ഈ നെൽകൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെ ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കമ്പ്യൂട്ടർ വന്നു, ഇപ്പോൾ കമ്പ്യൂട്ടർ ഒഴിച്ചു നിർത്തി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ എനെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു തിരിഞ്ഞു നിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും നേരത്തെ ശ്രീ സാബു തോമസ് പറഞ്ഞു നിർത്തിയതുപോലെ ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ തൊഴിൽ നിയമങ്ങളിൽ കാലോചിതമായിട്ടുള്ള കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ തൊഴിലാളികളുടെ ഈ അവകാശങ്ങൾ ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സർക്കാരിന്റെ പക്കൽ തന്നെയാണ്. അപ്പോൾ അതിനാൽ തന്നെ സാങ്കേതിക വിദ്യ മാറുന്നു, അതിനനുസരിച്ച് നമ്മുടെ തൊഴിൽ നിയമങ്ങളിലും കാലോചിതമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ, പ്രത്യേകിച്ച് എയുടെ ഒരു കടന്നുകയറ്റത്തിന്റെ സാഹചര്യത്തിൽ? അഡ്വക്കേറ്റ് അഞ്ജലി സാർ. പുതിയ ടെക്നോളജി ഒക്കെ നല്ലതാണ്, എയുടെ വരവും നല്ലതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അപ്പൊ നമ്മള് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടതായ കരുതലുകൾ കൊടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ലേബർ കോഡുകൾ ഉണ്ടായിരുന്നതെല്ലാം അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ 4 കോഡുകൾ മാത്രമാക്കി മാറ്റിയിരിക്കുക. ആ 4 കോഡുകളെന്ന് ലേബർ കോഡുകൾ എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ തൊഴിലാളികൾക്ക്, സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന യാതൊരു സംരക്ഷണവും ലഭിക്കാത്ത വിധത്തിലുള്ള കോഡുകളാണ് ഇന്നുള്ളത്. അതിന്റെ ഒന്നാണ് നമ്മൾ കൊച്ചിയിൽ കണ്ടത്, ആ കൂട്ടപ്പിരിച്ചുവിടല്. ആരോട് ചോദിക്കേണ്ട കാര്യമില്ല, ഒരു നിയമങ്ങളും അത് ബാധകമല്ല. അവിടെ മിനിമം വേജസ് ആക്ട് ഇല്ല. അതല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് എന്തെങ്കിലും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പൊ അത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾക്ക് അവർക്ക് അതിനുള്ള എന്തെങ്കിലും അധികാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും പറയാനില്ല. അതുവരെ നിരോധിക്കപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുടെ എല്ലാവിധ അവകാശങ്ങളെയും നിരോധിച്ചിട്ടുള്ള ലേബർ കോഡാണ് ഇന്ന് കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നടപ്പിലുള്ളത്. സംസ്ഥാന ഗവൺമെന്റിനും അവിടെ യാതൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. റൂൾസ് കൊണ്ടുവരാം. ആ റൂൾസ് കൊണ്ടുവരുമ്പോഴും കേന്ദ്ര നിയമം തന്നെയാണ്
ബാധകമായിട്ടുള്ളത് എല്ലാ തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഒരു നോട്ടീസ് കൊടുക്കുന്നില്ല. അതപ്പോ ഇപ്പൊ 800 പേരെ പിരിച്ചുവിട്ടപ്പോഴും സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഒന്ന് കൂടിയാലോചന നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതുകൂടി ഇല്ലാതെയാണ് ഇന്ന് കോർപ്പറേറ്റുകൾ അവിടെ തൊഴിലാളികളെ പിരിച്ചുവിടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി അവിടെ നിന്ന് അതിന് ലേബർ ഓഫീസർ ഇല്ല, ഒരു കൺസിലിയേഷൻ നടത്തലില്ല. കൺസിലിയേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമാണുള്ളത്. മറ്റ് തൊഴിലാളി മേഖലയില് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റുന്ന യാതൊരുവിധ നിയമങ്ങളും ഇന്നില്ല. ആ ലേബർ കോഡെല്ലാം മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞു, കാർഷിക മേഖലയില് എഐയുടെ വരവോട് കൂടിയിട്ട് അവിടെ പുതിയ പുതിയ കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ കൂടുതൽ വികസനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ പ്രയോഗിക്കാൻ പോകുന്ന എഐയുടെ വരവോടുകൂടി സംഭവിക്കാൻ പോകുന്നത് സാധാരണ കർഷക തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ കാർഷിക മേഖലയിൽ വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഹെൽത്തിന്റെ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. അവിടെയും ചിന്തിക്കാം. ഇപ്പൊ ഡോക്ടർമാരുണ്ട്, അവിടെ റോബോട്ടിക് സംവിധാനമാണ്, റോബോട്ടാണ് സർജറി നടത്തുന്നത്, റോബോട്ടാണ് രോഗനിർണയം നടത്തുന്നത്. ഇതൊക്കെ കാര്യം രോഗനിർണയം നടത്തപ്പോ ക്യാൻസർ പോലുള്ള രോഗങ്ങളില് അല്ലെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ച പല രോഗങ്ങൾ, അതിലൊക്കെ രോഗനിർണയം നടത്താനായിട്ട് എളുപ്പം സാധിക്കുമെന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ മെഡിസിൻ, പുതിയ പുതിയ മെഡിസിൻ ഏതെങ്കിലും കണ്ടുപിടിക്കുന്നതിനോ അതിനുവേണ്ടി അതും നല്ല കാര്യം. പിന്നെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ നേരിടാം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതും നല്ല കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടേഴ്സിന് പോലും ശരിയായ പ്രാവീണ്യമില്ലാത്ത എക്സ്പെർട്ട് ഇല്ലാത്ത ഡോക്ടേഴ്സ് പോലും മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. റോബോട്ടിന്റെ സഹായത്തോടു കൂടി റോബോട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വരികിൽ പിന്നെ അവിടെ ഡോക്ടറുടെ വലിയ അത്യാവശ്യം വരുന്നില്ല, പല ഡോക്ടർമാരുടെ. അപ്പൊ ആ മേഖലയിൽ പോലും പിരിച്ചുവിടുന്ന, തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന അവസരങ്ങളുണ്ടാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഇനി നമ്മുടെ നിയമവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റണമെന്ന് വരികിൽ കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കണം. അല്ലാതെ ആ നിയമങ്ങൾ മാറ്റാതെ തൊഴിലാളിക്ക് സംരക്ഷണം ഉറപ്പാകുമെന്ന് പറയാൻ സാധിക്കില്ല. അത് മാത്രവുമല്ല, ഇപ്പൊ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടണമെന്ന് വരികില് ആ തൊഴിലാളി യാതൊരുവിധ നോട്ടീസും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഒരു നോട്ടീസ് കൊടുക്കാതെ തന്നെ ഇപ്പൊ അവിടെ ചെയ്തത് 3 മാസത്തെ സാലറി നേരെ അക്കൗണ്ടിലേക്ക് ഇട്ടു. രാവിലെ ചെന്നപ്പോ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു പിരിച്ചുവിട്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ റിട്രോസ്പെക്ട് പാടില്ല. ആ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതിയിരിക്കുന്നു. പിന്നെ എവിടുന്ന തൊഴിലാളിക്ക് സംരക്ഷണം കിട്ടുന്നത്? തൊഴിലാളിക്ക് സംരക്ഷണം കിട്ടും. വ്യക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം സാങ്കേതിക വിദ്യ അതിനെ ഒരു കാരണവശാലും നമുക്കത് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. കാരണം സമസ്ത മേഖലയിലും എഐയുടെ ഒരു കടന്നുകയറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും നമുക്കതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷേ അതിനെ ഒരു റെസ്പോൺസിബിൾ ആയി ഉപയോഗിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയിൽ നമ്മൾ ഈ ചർച്ചയിൽ പങ്കുവച്ചതുപോലെ അവിടെ തീർച്ചയായിട്ടും ഈ എഐയുടെ കടന്നുകയറ്റം അത് എല്ലാ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ തൊഴിൽ ചെയ്യുന്നവരോട് ഒരു മാനുഷികമായിട്ടുള്ള ഒരു നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മനോഭാവം സമീപനങ്ങൾ സ്വീകരിക്കുവാൻ തൊഴിൽ ദാതാക്കൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ഉടമകൾക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഈ എഐ സാങ്കേതിക വിദ്യ അത് വളരെ ഉത്തരവാദിത്തപരമായി സസ്റ്റൈനബിൾ ആയി ഉപയോഗിക്കുവാനുള്ള ഒരു വിവേകം ആർജവത്വം പൊതുസമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സാബു തോമസ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീമതി അഞ്ജലി സൈറസ്, രണ്ടുപേർക്കും നന്ദി.